ഗുഡ് ഈവനിങ്. കണ്ട ഒരു സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പഴുത്ത് പാകമായി. ഇത് മധുരമുള്ളതാണോ പുളിയുള്ളതാണോ ഞാൻ നട്ടിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ടെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. ഞാൻ എന്തായാലും പോയിന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഇതിന് പുളിയൊന്നുമില്ല, മധുരവും ഇല്ല. മധുരിക്കുന്നതാണ്, ഇത് ഇച്ചിരി കൂടെ പാകമാകാനുണ്ട്. പഴുത്തിട്ടില്ല, പക്ഷേ പുളിയേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ്, ഉപ്പിലിടുന്ന സൈസല്ല. കൊള്ളാം. അതെ, ആ ഗ്രീൻ ഹൗസ് കണ്ടോ? ഗ്രീൻ ഹൗസും അതിൻ്റെ മുകളിലോട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഡ്രമ്മിൽ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന ആ വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് എന്തായാലും ഡിഫറെൻറ്റ് വേറൊരു പ്ലോട്ടാണ്. അവിടെ നിന്ന് അതിൻ്റെ താഴെയായിട്ട് തിരിച്ച് കോമ്പൗണ്ട് വാൾ ഇട്ടിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇവിടെയും ഞാൻ കുറേ പ്ലാന്റ്സ് നട്ടിട്ടുണ്ടേ. അപ്പം അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ടെറസിൽ കയറിയാൽ ഈ പ്ലോട്ടായിട്ട് തിരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുഞ്ഞായിട്ട് ഇതെല്ലാം നട്ടിരിക്കുന്നതും കാണാൻ പറ്റും. ഇതെല്ലാം നട്ടത് ഞാനാണ്. ഓരോ നഴ്സറിയിലും പോയി പ്ലാന്റ്സ് വാങ്ങി കളക്ട് ചെയ്ത് നട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. സഹായത്തിന് 1-2 ജോലിക്കാരെയൊക്കെ വച്ചിട്ടുണ്ട് ഈ പ്ലോട്ട് ശരിയാക്കാനൊക്കെ. അപ്പോൾ ഞാനത് കാണിക്കാം. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ തിരികെ കൊണ്ടുവരുന്ന, എന്താ പറയുക, എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, മരുതമൺപള്ളി കോഴിക്കോട് സ്കൂളിന് താഴെയുള്ള ഭാമാ നിവാസ് എന്ന എൻ്റെ ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്ത എൻ്റെ വീടിനെ ഓർമ്മപ്പെടുത്തുന്ന ശീമനെല്ലിയുള്ള വീട് എന്ന് അറിയപ്പെടുമായിരുന്നു ഞങ്ങളുടെ വീട്. ചെടിയുള്ള വീടെന്ന് അറിയപ്പെടും. അപ്പം അങ്ങനെ അവിടെയുള്ള ഒരു ശീമനെല്ലിന്ന് നെല്ലിക്ക കഴിക്കാത്ത ജനറേഷൻസ് അവിടെ കുറവാണ്. കാരണം ഞങ്ങളുടെ വീട് തൊട്ട് മുകളിൽ ഒരു LP സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിലെ കുട്ടികൾ എത്രയോ വർഷങ്ങളായി പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ ഒരു ശീമനെല്ലിക്ക അവിടുന്ന് പറിച്ച് തിന്നാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്ക് വലിയ മരവും ഇഷ്ടം പോലെ തറയിലും മുകളിലായിട്ട് പൊഴിഞ്ഞു കിടന്നിരുന്നതാണ്. അപ്പം ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ കോർണറിൽ വൃത്തിക്ക് എൻ്റെ ശീമനെല്ലി വളർത്തിയേക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ആ സംഭവമാണ് നമ്മൾ വഴിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ വലിയ നെല്ലിക്ക. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ്. ഒരുപാട് വളരുന്ന ഒത്തിരി മരമായിട്ട് കായ്ക്കാതെ നിൽക്കുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യാം. കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ദുബായ് ജീവിതത്തിൽ 10-14 വർഷത്തിനിടയ്ക്ക് ഏറ്റവും മിസ് ചെയ്തതുമായൊരു സാധനമാണിത്, ലൗലോലിക്ക. അവിടെ കിട്ടിയിട്ടേ ഇല്ല. ലൗലോലിക്ക വെറുതെ ഉപ്പിലിട്ട്, കാന്താരിമുളകൊക്കെ ഇട്ട് വെറുതെ ഉപ്പിലിട്ട്, എന്ത് സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേളിലെ പറമ്പിൽ ഞാൻ നട്ടിട്ടുണ്ട്, ഇത് നട്ടിട്ടുണ്ട്. ഇത് ഇത്രയായി. ഇതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. ഇതിൽ നിന്ന് കിട്ടിയതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കുറേ നിറയെ പൂത്തിട്ടുണ്ട്. ഈ സ്റ്റാർ ഫ്രൂട്ട് നടുന്നതും പൂത്ത വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കളച്ച് നട്ടത് ആ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നാളെ പന്തലിടാൻ വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സാക്ഷാൽ പാഷൻ ഫ്രൂട്ട്. എല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എന്തോരം പാഷൻ ഫ്രൂട്ടുകളാണ് ഓരോ വീടുകളിൽ നിന്ന് പോലും പോയി പറക്കിയേക്കുന്നത്. അപ്പോൾ അതാണ്. അടുത്തതായിട്ട് ഇത് നമ്മുടെ ധാരാന്നറിയാമോ, ചന്ദനമണിവാതിൽ പാതിചാരി. ഇതാണ് നമ്മുടെ ചന്ദനം. ഒരു പാരസൈറ്റാണ്. മറ്റുള്ള ചെടികളിൽ നിന്നാണ് അത് വളവും വെള്ളവും ഒക്കെ സ്വീകരിക്കുന്നത്. സോ അതിൻ്റെ ചുറ്റും നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടിരിക്കണം. പൊന്നാങ്കണ്ണി ചീരയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്തുമായിരുന്നു, മറ്റേ ബാമ്പൂ ആയിട്ടൊക്കെ വെക്കുമല്ലോ മണി, അത് ആ ചെടികളും ഒക്കെ ഇതിനകത്ത് നിൽപ്പുണ്ട്. കൊഴുവാലൻ ചെടിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദനം നല്ല സൂപ്പറായിട്ട് വരുന്ന, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ഈ ചന്ദനം വളർന്നിട്ട് ഈ പൂന്തോട്ടം മൊത്തം ഇങ്ങോട്ട് മണക്കട്ടെ. അടുത്തതായി എൻ്റെ പറമ്പിലുള്ള കക്ഷിയാണ് ആപ്പിൾ ജാമ്പ. വലിയ സൈസിൽ പിടിക്കുന്ന ജാമ്പയ്ക്ക. ഇതും ഹൈബ്രിഡ് ഇനമാണ്, നിറയെ പിടിക്കുന്ന ഇനമാണെന്ന് പറയുന്നു. ഇതാണ് ബുഷ് ഓറഞ്ച്. ബുഷായിട്ട് നിൽക്കും, ഒരുപാട് പിടിക്കും. കുരുകുരാ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്തോന്ന് അറിയത്തില്ല. കുറച്ചും കൂടെ വളർന്നിരുന്നെങ്കിൽ
നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിലും പറ്റുമോ എന്തോ എനിക്കറിയില്ല. ഇതെല്ലാം ഞാനൊരു കൗതുകത്തിൻ്റെ പേരിൽ നട്ടേക്കുക. നിറച്ചും പൂത്തിട്ടുണ്ട്, നിറച്ചും കായ്ച്ചിട്ടും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കായ കേട്ടോ. കൃഷി സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബിലൊക്കെ. അപ്പോൾ അതിനകത്തൊരു കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു അങ്കിള്, ആ അങ്കിള് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. നഴ്സറിയൊക്കെ സ്വന്തമായിട്ടുണ്ട്. ആ അങ്കിള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഓറഞ്ചൊക്കെ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ആ പുളി മാറ്റാനായിട്ട് ചാരത്തിനകത്ത് കുറച്ച് കുമ്മായം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുറ്റും ഇട്ടാൽ മതി എന്ന് പറയുന്നു. ഞാനെന്തായാലും അതൊന്ന് പരീക്ഷിക്കാനിരിക്കുവാണ്. അടുത്തായിട്ട് ഞാൻ UAE പോയിട്ടാണ് ആ പഴം ആദ്യമായിട്ട് തിന്നുന്നത്. പക്ഷേ കോസ്റ്റ്ലിയാണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര, എനിക്ക് തോന്നുന്നു എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് തന്നെ പറയാം. എന്താ, മാംഗോസ്റ്റിൻ. ഭയങ്കര ടേസ്റ്റാണ് ഇല്ലേ? കഴിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഇതാണ് മാംഗോസ്റ്റിൻ. വളർന്നു വരുന്നതേ ഉള്ളൂ, വെച്ചതേ ഉള്ളൂ. അത് യൂട്യൂബിലൊക്കെ ഒന്ന് അബിയു എന്ന് അടിച്ചു നോക്കിയാൽ മതി. അബിയു പഴം അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ് വളർത്തി പഴം ഒരുപാട് പേരുണ്ട്. ഇതാണ് അബിയു. ഇത്രയായി. അടുത്തത് ഈ ജാതിക്കാത്തോട്ടം. ഇതാണ് എൻ്റെ ജാതി. ആയിട്ടതേ നമ്മൾ വീട് വെക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് കണിക്കൊന്ന. ഈ കണിക്കൊന്ന പൂത്ത് ഇങ്ങനെ വളർന്ന്, ഇത് നാടൻ കണിക്കൊന്നയാണ്. വളർന്ന് ഇവിടെ മേളിൽ വരുമ്പം ഇങ്ങനെ പൂത്തിക്കുമ്പോൾ നമുക്ക് കണി കാണാമല്ലോ. ആ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ വെച്ചത് കണിക്കൊന്ന. ഇതിൻ്റെ പേര് നിത്യ കണിക്കൊന്ന എന്നാണ്. അതായത് കണിക്കൊന്നയുടെ കണക്കുള്ള പൂവാണ്, പക്ഷെ കൊല കുത്തി പിടിക്കത്തില്ല. ഓരോരോ പൂവേ പിടിക്കത്തുള്ളൂ, പക്ഷെ എന്നും പിടിക്കും. ഒരു വട്ടമൊക്കെ പൂത്തായിരുന്നു. ഇനി ഇത് വളരണം. ആയിട്ട് ഞാനിത് 2 സ്ഥലത്ത് വേപ്പ് വെച്ചിട്ടുണ്ട്. ഈ വേപ്പ് വളർന്ന് നല്ല തണൽമരമാവും. അപ്പം ഞാൻ ഈ ഒരു പ്ലോട്ടിൽ ഇത് കണ്ടോ വേപ്പ്, ഈ ഒരു പ്ലോട്ടിൽ ഇവിടെയും ഇവിടെയായിട്ടൊക്കെ ബെഞ്ചൊക്കെ പണിയുന്നുണ്ട്. ഒരു പാർക്ക് പോലെ ഡിസൈൻ ചെയ്യാനാണ് ബെഞ്ചൊക്കെ പണിയുന്നുണ്ട്. അപ്പം അതിന് നല്ല തണലായിരിക്കും ഇത്. ഈ പ്ലോട്ട് മൊത്തവും ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. വീട് ഡിസൈൻ ചെയ്തത് ഷൈനാണെങ്കിലും ഈ പറമ്പും മയ്യോ എല്ലാം ഡിസൈൻ ചെയ്തത് ഞാനാണ്. അപ്പം അടുത്തതായിട്ട് വേറൊരാളുണ്ട്. 2 ടൈപ്പ് ഉണ്ട് അവർ. മതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആ മാനസങ്ങളാണിത്. ഇത് 2 വെറൈറ്റിയാണ്. ഈ 2 എണ്ണം ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് ഇവിടുന്ന് മാറ്റും. കാരണം ഇവിടെ ഞാനൊരു മറ്റേ താമരക്കുളമൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തടസ്സമോ, അപ്പോൾ ഇത് എടുത്ത് മാറ്റിയ ഡ്രമ്മിൽ എന്തെങ്കിലും വെക്കാം. അടുത്തതായിട്ട് നമ്മൾ അടുത്തിട കൊണ്ട് നമ്മുടെയൊക്കെ പറമ്പുകളെ ഭയങ്കരമായിട്ട് കളർഫുള്ളാക്കിയ റംബൂട്ടാൻ. ഇത് ഏറ്റവും കൂടുതൽ പിടിക്കുന്ന, അതായത് ഒരു 7 or 8 കായ ഇട്ടാൽ തന്നെ 1 കിലോ ആവുന്ന സൈസുള്ള ആ ഒരു ക്വിൻ്റൽ, ആ ടൈപ്പാണ്. അതിൻ്റെ പേരേതായിരുന്നോ എന്തോ, അതാണിത് കേട്ടോ, ഹൈബ്രിഡ് റംബൂട്ടാൻ. ഈ പപ്പായയൊക്കെ ഏതോ വെറൈറ്റി പപ്പായാസാണ്. ഞാൻ വിത്ത് പാകി കിളിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു പൈനാപ്പിൾ, എപ്പോഴോ പൈനാപ്പിൾ വാങ്ങിയപ്പം കിട്ടിയത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ ഈ പറമ്പിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറമ്പിൻ്റെയൊക്കെ ഈ മതിലിനോട് ചേർന്ന് ചുറ്റും തനി നാടൻ പണ്ടത്തെ ചെടികൾ വെക്കണം. തനി നാടൻ, അതൊക്കെ നമ്മുടെ മെമ്മറീസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറേ ചെടികളുണ്ട്. ഏറ്റവും ഓൾഡ് വേർഷൻ ചെമ്പരത്തി, തെറ്റി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ വെക്കണം. അങ്ങനെ ഈ ഒരു പറമ്പ് കുറേ അധികം കാര്യങ്ങൾ ഇനി ഇതിനകത്ത് ചെയ്യാനുണ്ട്. എൻ്റെ വേറൊരു ഗാർഡൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോസ്, കൃഷി വീഡിയോയും ഗാർഡൻ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന എൻ്റെ ഫ്രണ്ട്സുണ്ട്. അതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ഞാൻ വീഡിയോ എടുക്കുമ്പം സുന്ദരിയായിട്ട് നിന്ന് വീഡിയോ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറമ്പിൽ കിളച്ച് ഉയർത്ത് ഒരു അത്ര ഇതൊന്നും ഇല്ലാതെയൊക്കെ ആയിരിക്കുമല്ലോ നിന്ന് വീഡിയോ എടുക്കുന്നത്. ആ ഒരു രൂപത്തിൽ തന്നെ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ ആ ഒരു ഫേവറേറ്റ് ഫ്രണ്ടിൻ്റെ അഭിപ്രായം ഞാൻ നല്ല പോലെ ഒരുങ്ങി വന്ന് വീഡിയോ എടുക്കണമെന്നാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരുങ്ങിയൊന്നുമില്ല, കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ പോയതിൻ്റെ ആ രീതിയിലങ്ങ് നിൽക്കുവാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് സ്നേഹം.
ലവ് യു ഓൾ. വീണ്ടും കാണാം കേട്ടോ. ആ ഒരു കാര്യം, ഇവിടെ അടുത്ത് ഒരമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേൾക്കുന്നത്. ജംഗ്ഷനിൽ പോയാൽ ഇന്ന് ഒരുപാട് പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ കാണാം. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ, ഈ ഉത്സവത്തിന് പ്ലോട്ടൊക്കെ പോകത്തില്ലേ, അപ്പോൾ അതിനകത്ത് നല്ല പാട്ടിടത്തില്ലേ, അതിൻ്റെ പുറകെ കിടന്ന് ചാടുന്ന ആൺപിള്ളേരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. എനിക്കും ചാടാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ നടക്കത്തില്ല. ഓക്കേ.